ഈ ക്യാമ്പസിൽ നിന്നും അക്രമ രാഷ്ട്രീയത്തെ തുടച്ചു നീക്കിയവൾ, തമ്മിലടിപ്പിച്ച് ചോരൊടിക്കുന്ന ചെന്നായ്ക്കളെ പോലും സാഹോദര്യം പഠിപ്പിച്ചവൾ, ഇന്ന് നിങ്ങളെയൊക്കെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് സ്വീകരിക്കേണ്ടിയിരുന്നവൾ സായ. അവൾക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം. സായ, ഒന്നും പറഞ്ഞില്ല. ഈ പിരിയാനാവാത്ത രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒന്നിക്കുമ്പോഴല്ലേ അതിനല്ലേ ലവ് എന്നൊക്കെ പറയാ. നമുക്ക് നോക്കാം. ഇനിമേ നടന്നതാ പോണോ? എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? വളർന്നു വരുന്നത് പാഴ്മരമായാലും രക്തചന്ദനമായാലും അത് പാർട്ടിയുടെ അടിത്തറ ഇളക്കാൻ പോകുന്നതാണെങ്കിൽ അതിനെ വേരോടെ പിഴുതെറിയണം. ആശാൻ ഉദ്ദേശിച്ചത് ആ പെണ്ണിന്റെ കാര്യമാണോ? ആണോ പെണ്ണോ എന്നുള്ളതല്ല, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ, നാളത്തേക്ക് വെക്കണ്ട. ഗുണ്ടകൾ ഭരിച്ചിരുന്ന ജാതി രാഷ്ട്രീയത്തെക്കാളും പിന്നീട് തോക്കുകളുമായി വന്ന വെള്ളക്കാരേക്കാളും മൂർച്ചയേകുന്നു ഇപ്പോഴത്തെ ജനാധിപത്യ രാഷ്ട്രീയം. ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് വിദ്യാർത്ഥികളെയും. കോളേജ് ക്യാമ്പസുകളിൽ അനാവശ്യമായതും അവർ നൽകുന്നതും ഒന്ന് തന്നെ: കൈക്കരുത്തിന്റെയും അധികാരത്തിന്റെയും പിൻബലം. തോളിൽ കൈപിടിച്ചു നടന്ന സഹപാഠിയെ കുത്തി വീഴ്ത്തുമ്പോൾ പോലും ഒരിച്ച് കണ്ണീർ പൊഴിയാത്ത രാഷ്ട്രീയം. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ വെട്ടി വീഴ്ത്തുമ്പോഴും ഒരംശം പോലും കുറ്റബോധം തോന്നാത്ത രാഷ്ട്രീയം. എന്നു മനസ്സിലാക്കും പുതുതലമുറ ഇതൊക്കെ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയെന്ന്. അന്നും ഇന്നും എന്നും നമ്മൾ ജനങ്ങളാണ് വിഡ്ഢികൾ. കൊടിയും നിറവും മാത്രം നോക്കി പുറകെ വെറും നായയെ പോലെ വാലാട്ടി അവകാശങ്ങൾ പിച്ചതുണ്ടെന്ന് നമ്മൾ ജനങ്ങൾ. കൊടിയും പൊക്കിപ്പിടിച്ച് കാട്ടിക്കൂട്ടിയ എല്ലാ മണ്ടത്തരങ്ങളും പൂവിട്ട് ആരാധിക്കുന്ന വിവരവും വിദ്യാഭ്യാസവുമുള്ള യുവത. വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തൊഴിലവസരങ്ങളില്ലാത്തതും കടൽ കടന്ന് വികസിത രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതിനും ഒരൊറ്റ കാരണം: കൊടികൾ. നാടോടുമ്പോൾ നടുവേയോടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ക്ഷാമമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം. തിളച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരാളുടെയെങ്കിലും രക്തത്തെ ഇത് തണുപ്പിക്കും. കേരളത്തിന്റെ ഏതോ മൂല കിടക്കണ അവൾക്ക് കുറച്ച് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരത്തിന് നമ്മളൊരു സമയങ്ങളാണ് ആശാനെ. അവൾ അടിച്ചേൽപ്പിച്ചതല്ല ഒന്നും. കോളേജിൽ മാത്രം ഒതുങ്ങിയെന്നവളിപ്പോ ജനങ്ങളിലേക്കും ഇറങ്ങി തുടങ്ങി. എന്താ ടോണി തീരുമാനം? ആശാൻ ഇന്നുവരെ പറഞ്ഞതൊന്നും ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. അതിൽ ശരിയോ തെറ്റോ ഞാൻ നോക്കാറുമില്ല. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും.
എന്നേട്ടാ കഴിക്കാനുള്ളേ? മോനെ എല്ലാം തീർന്നു കേട്ടോ. അപ്പൊ ആയിരിക്കണതോ? അതാ കൊച്ചിനുള്ളതാ. നോക്കടാ സായ ചേച്ചി. ചേച്ചി ഞാൻ ചേച്ചിയുടെ ഫോളോവറാണ് കേട്ടാ. ചേച്ചി ഞാനും. ചേച്ചിക്ക് പേടിയാവൂല ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ? അല്ലെങ്കിലോ കോളേജിൽ മൊത്തം പ്രശ്നങ്ങളാ. ഇനി അവരുടെ നേതാക്കളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വായ അടുപ്പിച്ച് കളയും. ഈ എല്ലാ മാർക്കും അറിയാം ഇനിയും വർഷങ്ങൾ നമ്മളെ തമ്മിൽ തല്ലിച്ചും പറ്റിച്ചും അധികാരം പിടിച്ചെടുക്കാൻ. അതിനി എന്റെ വായടപ്പിച്ചിട്ട് വേണ്ട. മോളെ ദേ പാഴ്സൽ. ശരി എന്നാ. ആ എത്രയാ ഏട്ടാ? 150 രൂപ. ആശാനെ ആളത് തന്നെ. ഇവിടുന്ന് ദേ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങള് വിട്ടോട്ടെ. പ്രസ്ഥാനത്തിനു നേരെ വന്നാൽ കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. ജനാധിപത്യ രാജ്യമല്ല ഇത്, മറ്റു ചിലരുടെ കുടുംബസ്വത്താണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന രാഷ്ട്രീയം. അവിടെയും തീരുന്നില്ല. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ആരിലൂടെ? മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, ജീവിത പങ്കാളിയിലൂടെ, അവരുടെ മക്കളിലൂടെ. ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ചു നിന്റെ രക്തം കൊണ്ടെഴുതിയ നേട്ടം കൈവരിച്ചതാര് എന്നൊരു ചോദ്യം മാത്രം ബാക്കിയാകുന്നു. ഇനിയും തെറ്റ് ചൂണ്ടിക്കാട്ടുവാൻ പഠിച്ചില്ലെങ്കിൽ വിഡ്ഢികളായി ജനങ്ങളെ. ദിവസങ്ങളും മാസങ്ങളും തന്നു. എന്നിട്ടും നിന്റെ ജീവിതം കൊണ്ട് പഠിക്കാത്തത് നിന്റെ മരണം കൊണ്ട് ഞാൻ പഠിപ്പിക്കും.